ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദ്വാരപാലക പാളികളിൽ നിന്നും മാത്രം നഷ്ടപ്പെട്ടത് 1.5 കിലോയിലേറെ സ്വർണമെന്ന് കണ്ടെത്തൽ. 1998 ഈ പാളികൾ പൊതിഞ്ഞത് 2 കിലോയോളം സ്വർണം. പോറ്റി തിരികെ എത്തിച്ചപ്പോൾ ഉണ്ടായിരുന്നത് 394.9 ഗ്രാം. ബാക്കി സ്വർണം കൊള്ളയടിച്ചെന്ന് SIT വിലയിരുത്തൽ വരുന്നു, കണ്ടെത്തൽ വരുന്നു. VS അനു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ചേരുന്നു. അനു, അങ്ങനെ അവിടെ ഒരു വലിയ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളെ ശരിവെക്കുന്നു. ഇപ്പോൾ കണക്കുകൾ കൂടി പുറത്തു വരുന്നു. വിവരങ്ങൾ. VS അനുവിലേക്ക് വരാം. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദ്വാരപാലക പാളികളിൽ നിന്നും മാത്രം നഷ്ടപ്പെട്ടതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ 1.5 കിലോയിലേറെ സ്വർണം. 98 ഈ പാളികൾ പൊതിഞ്ഞത് 2 കിലോയോളം സ്വർണം പൂശിയാണ്. VS അനു ഉണ്ട്. അനു, കേൾക്കാമെങ്കിൽ ഒരു ശബരിമലയിൽ ഒരു വലിയ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് ഹൈക്കോടതി അടക്കം പറഞ്ഞതാണ്. ഇപ്പോൾ കണക്കുകൾ കൂടി പുറത്തു വരുന്നു. SITയുടെ കണക്കുകൾ കൂടി പുറത്തു വരുന്നു. തീർച്ചയായും ചെയ്തു. നിലവിൽ ഇതുവരെയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കാണാതായത് അല്ലെങ്കിൽ മോഷ്ടിച്ചത് ഏകദേശം 989 ഗ്രാം സ്വർണം എന്നുള്ളതായിരുന്നു പ്രത്യേക സംഘത്തിന്റെ നിലവിലെ ഇതുവരെ ഉണ്ടായിരുന്ന കണക്ക്. പക്ഷേ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി അറിയിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം 2 കിലോയോളം സ്വർണം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ തിരികെ എത്തിച്ചപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 349 ഗ്രാം സ്വർണം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഏകദേശം 394.9 ഗ്രാം സ്വർണം മാത്രമാണ് ഉള്ളത്. അതായത് 1.5 കിലോയോളം സ്വർണം ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാത്രം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും തട്ടിപ്പ് സംഘവും മോഷ്ടിച്ചു, തട്ടിയെടുത്തു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, അതായത് നിലവിൽ ഇതുവരെയും പറഞ്ഞിരുന്ന സ്വർണ്ണക്കൊള്ളയേക്കാൾ അതിന്റെ വ്യാപ്തി കൂടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാത്രം ഏകദേശം 1.5 കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കട്ടളപ്പാളികളിൽ നിന്നും നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്വർണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി അങ്ങേയറ്റം കൂടുന്ന ഒരു റിപ്പോർട്ടാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രത്യേക സംഘം സമർപ്പിച്ചിരിക്കുന്നത്. ഓക്കെ അനു, ശരി. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്.